ഇന്ത്യയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദ ടെലഗ്രാഫ് എന്ന കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ എഡിറ്ററുമായ ശ്രീ രാജഗോപാലിന് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോ രാജ്യം വിട്ടു പോകാനാവാത്ത വിധത്തിലുള്ള എന്തെങ്കിലും കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിലില്ല. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടത്? പോലീസ് പറയുന്നത് അയാളുടെ വോട്ടർ പട്ടികയിൽ പേരില്ല, അതുകൊണ്ട് പാസ്പോർട്ട് നൽകാൻ ആവില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് വേണമെന്ന് പാസ്പോർട്ട് സംബന്ധിച്ച് ഒരു നിയമത്തിലും പറയുന്നില്ല. ഇന്ത്യൻ പാസ്പോർട്ട് അത് റിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പുതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് ആ പുതുക്കുന്ന പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതിലെ റെലവൻ്റ് ആയിട്ടുള്ള പേജസിൻ്റെ ആദ്യത്തെ പേജുകൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുള്ള പേജുകൾ, അതുപോലെ തന്നെ നമ്മൾ പോയിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാമുള്ള പേജുകളുടെ കോപ്പിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും ആവശ്യത്തിന് ഫോട്ടോഗ്രാഫ്സും കൂടി. ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കേണ്ട, അവിടെ ചെന്നാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് പോലീസ് വെരിഫിക്കേഷൻ ആവശ്യമാണ്. പോലീസ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഈ വ്യക്തിയുടെ പേരിൽ ഇവിടെ ആ സ്റ്റേഷനിലൊക്കെ വല്ല ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അയാൾ ആ സ്ഥലത്ത് സ്ഥിരതാമസക്കാരനാണോ, അയാളുടെ അഡ്രസ് പ്രൂഫ് എന്താണ് എന്നുള്ളത് നോക്കാറുണ്ട്. അല്ലാതെ അയാൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് വളരെ വിചിത്രവും ഇന്നുവരെ കാണാത്തതായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും. ഇനി അഡ്രസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ് ആധാർ കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ LCD യൂട്ടിലിറ്റി ബില്ലുകൾ കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വോട്ടേഴ്സ് ID കാർഡും കൊടുക്കാം. അത് വിവിധ ക്രൈറ്റീരിയകൾ ഒന്ന് മാത്രമാണ്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതാണ്. അത് അഡ്രസ്സ് ചേഞ്ച് ഉള്ളപ്പോൾ മാത്രം. അതുപോലെ മറ്റെന്തെങ്കിലും വ്യത്യാസമുണ്ട്, ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൈവോഴ്സ് ആവുന്നു അല്ലെങ്കിൽ വേർപിരിയുന്നു, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടി അഡീഷണലായി സമർപ്പിക്കണം. അല്ലാതെ നിലവിൽ ഉള്ള ഒരു പാസ്പോർട്ട്, അത് അമേരിക്കൻ വിസയുള്ള പാസ്പോർട്ടാണ്. ഇദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാൻ അമേരിക്കൻ വിസ 10 വർഷത്തേക്ക് അമേരിക്കൻ വിസ നൽകിയിട്ടുള്ള പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റിന്യൂവലിനാണ് ശ്രീ രാജഗോപാൽ സമർപ്പിച്ചത്. ആ സ്ഥിതിയിൽ ഈ പാസ്പോർട്ട് അതോറിറ്റിക്ക് നോക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അതിലെ പേജുകളിലെല്ലാം റിലവൻ്റ് ആണോ എന്നുള്ളത്, പിന്നെ അഡ്രസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അഡ്രസ് ചേഞ്ച്. അപ്പോൾ അഡ്രസ് ചേഞ്ച് ഒന്നും ഇല്ലാതെ നൽകിയ അപേക്ഷയാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് വെരിഫിക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ പോലീസിന് നോക്കാനുള്ള ഇയാൾ ഈ പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണോ, ഇയാളുടെ പേരിൽ വല്ല കേസുകളുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനു പകരം ഈ വോട്ടേഴ്സ് ID ഇല്ല, വോട്ടർ പട്ടികയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പേര് നീക്കം ചെയ്യാൻ ഉണ്ടായ കാരണം 2002 പട്ടികയിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ ഇല്ല എന്നുള്ളതാണ്. 2002 ശേഷം പാലത്തിനടിയിലുള്ള ധാരാളം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. 2002 ശേഷം ഒരാൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ ഏത് സ്ഥലത്തും പോയി താമസിക്കാനും അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ആ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. അപ്പോൾ അതിന് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. അത് കൊടുത്തിട്ടും വോട്ടർ പട്ടികയിൽ പേര് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് നിഷേധിക്കപ്പെട്ട 6 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ ഇവിടെ ഈ രാജ്യത്ത് നിയമിച്ചിരിക്കുന്നത്, ഭരണഘടനാപരമായി നിയമിച്ചിരിക്കുന്നത് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനാണ്. അല്ലാതെ ഇവിടുത്തെ പൗരനാരാണ് പൗരനാരല്ല എന്നുള്ളത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കാനല്ല. ഇപ്പോൾ ശ്രീ രാജഗോപാലിൻ്റെ ഉദാഹരണം ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം അദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന മുതിർന്ന പത്രപ്രവർത്തകനാണ്, വളരെ ധീരമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യന് എല്ലാ തരത്തിലുള്ള രേഖകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേരളത്തിലെ വലിയൊരു ഗാന്ധിയൻ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം 2016 മരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള രേഖകളുണ്ട്, എല്ലാ രേഖകളുമുണ്ട്. ഈ രേഖകൾ അംഗീകരിക്കാനുള്ള ട്രിബ്യൂണലുണ്ടെന്ന് പറയുന്ന ആ ട്രിബ്യൂണലുകളിലും ഈ രേഖകൾ അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക്, ഇന്ത്യയിലെ പൗരന്മാർക്ക് പൗരത്വം നിഷേധിക്കുക, വോട്ടവകാശം നിഷേധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. ഇതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും കണ്ടെത്താനാവുന്നില്ല. അപ്പോൾ ഈ 6 കോടി ജനങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കുമല്ലേ ഈ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവുക. അവരിൽ സാധാരണക്കാരുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്, ഇത്തരം രേഖകൾ കൊണ്ടുപോയി തെളിയിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അവർ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടാവും.
പുറമ്പോക്കിൽ ജീവിക്കുന്ന, ഇപ്പോൾ 2-3 തലമുറയായിട്ട് പുറമ്പോക്കിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കുള്ള രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വല്ല റേഷൻ കാർഡോ അതുപോലുള്ള ഈ LCD ബില്ലോ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുക. ഈ സംഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ പർട്ടിക്കുലറായിട്ട് വോട്ടവകാശം നൽകാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ യഥാർത്ഥത്തിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് അവകാശമുള്ള ആർക്കും വോട്ട് നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് ഭരണഘടന അനുസരിച്ചിട്ട്. നമ്മളിപ്പോൾ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഇന്ത്യയിലെ നിയമസംഹിതയുടെ ഏറ്റവും അടിസ്ഥാന വാക്യം. അതുപോലെ തന്നെ ഏത് അവകാശമുള്ള വോട്ടർക്കും ഏതൊരു വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിരുന്ന ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലെ ചിന്ത. അത് മാറ്റിയിട്ട് ഇപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ വോട്ടവകാശം നിഷേധിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നത്. ഈ നിഷേധം വളരെ പച്ചയായിട്ട് തന്നെ എന്താണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും വോട്ടവകാശം നൽകുന്നില്ല. പിന്നെ വോട്ടവകാശം നൽകാത്തതോട് ഇപ്പോൾ കാര്യം വ്യക്തമാവുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടു. നാളെ അദ്ദേഹത്തിന് ഇപ്പോൾ ബാക്കിയുള്ള അവകാശങ്ങളും കൂടി സ്വത്തവകാശം നിഷേധിക്കപ്പെടാം. അദ്ദേഹത്തിന് ഒരു വീട് വാങ്ങാൻ പറ്റില്ല, ഒരു വാഹനം വാങ്ങാൻ പറ്റില്ല. അതുപോലെ ഈ വോട്ടവകാശം ഇല്ലാതായ ആളുകൾക്ക് അവരെ ഇന്ത്യയിലെ പൗരന്മാരിൽ നിന്നും അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിപ്പില്ല എന്നും പറയുന്ന ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും പരിഹരിച്ചേ മതിയാവും. അതിനുള്ള നിയമ നടപടികളുമായിട്ട് ഏത് നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ശ്രീ രാജഗോപാലിന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉറപ്പുവരുത്തേണ്ടതുണ്ട്.